പൃഥ്വിരാജായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അതും ഈ പറയണ പോലെ ഒരു ഭാഗ്യമാണ്. അത് പൃഥ്വിരാജിന്റെ ബന്ധം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഭൂട്ടാൻ വാഹന കേസ് വന്നില്ലേ? ഭൂട്ടാൻ വാഹന കേസ് വന്നപ്പോഴത്തേക്കിനും ടി വിയിൽ വാർത്ത ഞാൻ നോക്കിയപ്പോൾ ജയകൃഷ്ണന്റെ പടം, ജയകൃഷ്ണനും പൃഥ്വിരാജും കൂടെ നിൽക്കുന്ന പടം, അതും ഡിഫൻഡറിന്റെ മുമ്പിൽ. ഇതെന്താ സംഭവം? ജയകൃഷ്ണന് കൂട്ടുപ്രതിയായോ? ജയകൃഷ്ണന് നിങ്ങൾക്കും ഉണ്ടായിരുന്നോ? മറ്റേ ഭൂട്ടാൻ വാഹനക്കടത്തിൽ നിങ്ങളും അംഗമായിരുന്നോ? എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ ആ വണ്ടി നമ്മളാണ് ഫുള്ള് റെസ്റ്റോറേഷൻ ഒക്കെ ചെയ്തത്. റെസ്റ്റോറേഷൻ ചെയ്ത് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്ത് സെറാമിക് ഒക്കെ ചെയ്തിട്ട് ഡെലിവറി കൊടുക്കുക. അതായത് പൃഥ്വിരാജ് വാങ്ങിച്ചു എന്ന് പറയുന്ന ആ വണ്ടി, ആ വിവാദത്തിലായ വണ്ടി. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ പുള്ളിക്ക് ഡെലിവറി കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് നിർഭാഗ്യവശാൽ ഇവര് ഇന്റർനെറ്റിൽ തപ്പിയപ്പോൾ പുള്ളി വിചാരിച്ചു നിങ്ങള് ഡെലിവറി അല്ല, പുള്ളിക്ക് ആരോ ഡെലിവറി കൊടുത്തത് നിങ്ങളാണ് കൊടുത്തതെന്ന് വിചാരിച്ചാണ്. അതെ, അങ്ങനെയാണ് വന്നത്. അപ്പൊ അങ്ങനെ അവരെടുത്ത് ഭയങ്കര ഹൈപ്പാണല്ലോ. കാര്യം ആ ഒരു പോസ്റ്റിന്, ആ ഒരു ഫോട്ടോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ആ വാർത്തയിൽ. അപ്പൊ അത് എടുത്ത് അവരടിച്ചു. ആലോചിച്ച് നോക്കി, ഒരാളുടെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? നിങ്ങളെ മനസ്സാവാൻ അറിയാത്ത കാര്യങ്ങൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് കാശുമ്പോഴത്തേക്കിനും ഒരാളുടെ റെപ്യൂട്ടേഷൻ എത്രത്തോളം ബാധിക്കും. നമ്മളിങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻസ് വരുമ്പോഴേ നമ്മളും പലതും ആലോചിക്കണം. ഇതുപോലെ എത്രയോ പേർക്ക് പറ്റാറുണ്ടെന്നുള്ളത്. പിന്നെ തീർച്ചയായും. എന്നിട്ട് അപ്പോൾ അത് ഞങ്ങൾ പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞൊരു മൂവി, അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് കൃഷ്ണൻ സേതുകുമാർ. ഉണ്ട എന്നൊക്കെ പറഞ്ഞ മൂവി പുള്ളിയെ പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിയുടെ ഒരു Q3 ആണെന്ന് തോന്നുന്നു, Q3 ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ കോള് വന്ന് ഞാൻ സംസാരിച്ച് പുള്ളി നമുക്ക് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറയണം, അയ്യോ ജേഷൻ എനിക്ക് തരാൻ പറ്റില്ല, വേറൊന്നുമല്ല പൃഥ്വിരാജ് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് കൊടുക്കണം. അപ്പോൾ അന്ന് എനിക്ക് കണക്ഷൻ ഒന്നുമില്ല, അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് ജേഷൻ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ പുള്ളിയായിട്ട് നമുക്കൊരു സംസാരിച്ചൊരു റിലേഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ഞാൻ വേറെ റെഫറൻസുകൾ തരാം, അപ്പോൾ ഇതിങ്ങനെ കൊടുക്കേണ്ടി വരും. പുള്ളി പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കിട്ടിയില്ല ആ വണ്ടി ചെയ്യാൻ. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ച് പൃഥ്വിരാജ് എൻ്റെ കസ്റ്റമർ ആകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ വഴി അവൻ്റെ ഏതോ ബന്ധങ്ങളൊക്കെ വഴി ഞാൻ പൃഥ്വിരാജിൻ്റെ നമ്പർ ഒപ്പിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പൃഥ്വിരാജിന് വാട്സാപ്പ് ചെയ്യുമായിരുന്നു നമ്മളുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ, നമ്മൾ ചെയ്യണ വീഡിയോസും വർക്കും കാര്യങ്ങളൊക്കെ. ബ്ലോക്ക് ചെയ്തില്ലേ? ബ്ലോക്ക് ചെയ്തില്ല, പക്ഷെ എനിക്കറിയില്ല, പക്ഷെ ബ്ലോക്കൊന്നും ചെയ്തില്ല. പക്ഷെ പുള്ളി തന്നെയായിരുന്നു മാനേജ് ചെയ്യണതും. പുള്ളി അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പുള്ളി ഡയറക്റ്റാണ് ഡീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ മെസ്സേജസ് അയച്ച് ഒരു 3-4 മാസം, എനിക്ക് തോന്നുന്നു 3-4 മാസത്തോളം ഞാനിങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ശല്യപ്പെടുത്താത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, കം ആൻഡ് മീറ്റ് മീ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എസ്രയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പുള്ളീനെ പോയി കണ്ട്, ലേമഡിയനിൽ വെച്ച് കണ്ട്. പുള്ളി എന്നോട് പറഞ്ഞ് ഓക്കെ ഞാൻ എൻ്റെ ഒരു വണ്ടി തരാം, നിങ്ങൾ അത് നോക്കിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് പുള്ളി ഒന്ന് നമ്മൾ ഫ്രീലാൻഡറാണ് ചെയ്തത്. ഫ്രീലാൻഡർ ചെയ്തു. അതിനുശേഷം പുള്ളിയുടെ ഫ്ലാറ്റിൽ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇനി തൊട്ട് എല്ലാ വണ്ടികളും നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും പോകുന്നുണ്ട്. പുള്ളി നമുക്ക് ഈവൻ ഒരു വീഡിയോ ടെസ്റ്റിമോണിയൽ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യം പോലെയാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീഡിയോ ലക്ഷങ്ങളോ കോടികളോ അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കോടികൾ കൊടുത്താലും പുള്ളിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യാറില്ല. പുള്ളി അത്രയും പരസ്യം പോലെ തന്നെയല്ലേ? അതെ 100% ഭയങ്കര ലക്കായിരുന്നു. അത് കാൽഗറി എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് ഇപ്പോഴും നമ്മൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കടയിൽ പുള്ളിയുടെ G-Wagon കിടക്കുന്നുണ്ട് PPF ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ഭാഗ്യങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തരം ആളുകളെയും പരിചയപ്പെടാൻ പറ്റുമല്ലോ. അതായത് എല്ലാ ടൈപ്പ് വണ്ടികളും ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ പല മേഖലകളിലുള്ള പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെടാനും ബന്ധം സ്ഥാപിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ശരിക്കും ബിസിനസ്സുകാർക്ക് ഉള്ളൊരു ഗുണമാണ്. അതെ, അതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാര്യം ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് വേറെ കുറേ ഭാഗ്യങ്ങളുണ്ട്. അതായത് ഞാൻ ഈ ബിസിനസ് തുടങ്ങി ഫസ്റ്റ് ഇനോഗ്രേഷൻ്റെ സമയത്തൊരു അക്കോഡ് V6 നമ്മൾ ചെയ്തായിരുന്നു. ആ കസ്റ്റമറിൻ്റെ വീട്ടിൽ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു ജേഷ ഫ്രണ്ടിൽ കാറ് കിടപ്പുണ്ട് പോയി എടുത്തോളാൻ പറഞ്ഞു, എന്നോട് കീ തന്നു. ആ സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റില്ല, കാര്യം അതൊരു ഓട്ടോമാറ്റിക് കാറായിരുന്നു. അന്ന് എനിക്ക് ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ നമ്മൾ പൃഥ്വിരാജിൻ്റെ ലംബോർഗിനി വരെയും നമുക്ക് ഓടിക്കാൻ പറ്റി.
അതായത് വണ്ടിയെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്ത ഒരാളായിരുന്നു വണ്ടി കച്ചവടം തുടങ്ങിയത് അല്ലേ? 100%. കാര്യം അപ്പം അന്ന് പക്ഷെ ഞാനന്ന് ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ ഇത് വേറെ രീതിയിൽ പറയുകയാണ്. കാര്യം ഒന്നും ഒരു റെസ്ട്രിക്ഷൻ അല്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ഇപ്പം ഞാൻ അന്ന് ചിന്തിക്കുകയായിരുന്നു, അയ്യോ എനിക്ക് വണ്ടികളെ പറ്റിയ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ആണല്ലോ പലർക്കും പലതും ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്യണത്. ഇതൊന്നും ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് നമ്മൾ പല കസ്റ്റമേഴ്സ് വിളിച്ച് പറയുന്നത്, വലിയ പ്രീമിയം കാറുകൾ, റാംഗ്ലർ അതുപോലുള്ള വലിയ കാറുകൾ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയണത് ജയകൃഷ്ണൻ തന്നെ വന്ന് എടുക്കണം, മറ്റേ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം. വണ്ടി ഓടിക്കുന്ന അല്ല, വണ്ടി നമ്മളിപ്പോഴും നന്നായിട്ട് ഓടിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അത് നമ്മളൊരു ബിസിനസ്സിൽ വരുന്ന, അപ്പോൾ നമ്മളൊരു ഒന്നും റെസ്ട്രിക്ഷൻ അല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാൻ ചിലപ്പോൾ പലപ്പോഴും ഒരു പുതിയ കാര്യം ആലോചിക്കുമ്പോൾ അത് ശരിയാവും ഇത് ശരിയാവും എന്ന് പലരും ചിന്തിക്കുമല്ല. പക്ഷെ